അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഭയപ്പെടുന്ന ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകൽ അസ്ഗർ, ചെറിയ ശിർക്കിനെ ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു. സ്വഹാബത്ത് ചോദിച്ചു, അമശ്ശിർകുൽ അസ്ഗറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഏതാണ് ചെറിയ ശിർക്ക്? പ്രവാചകൻ പറഞ്ഞു, അർരിയാ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കലാണ്. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ ആരാധനകൾ അല്ലാഹുവിനെ ഉദ്ദേശിക്കേണ്ടതിന് പകരം നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ആളുകളുടെ പ്രശംസ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കലാണ് റിയാ. എന്നിട്ട് പ്രവാചകൻ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ എല്ലാവരും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിന്റെയൊക്കെ പ്രതിഫലം വാങ്ങി സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ റഹ്മാനായ റബ്ബ് പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ ഫൻളുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ. ഭൂമിയിൽ ആരെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്തത് അവരുടെ അടുത്തേക്ക് പോയിക്കോ. എന്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിഫലമില്ല, അവരെ കാണിക്കാനല്ലേ നിങ്ങൾ ചെയ്തത്, എങ്കിൽ പ്രതിഫലം അവരോട് വാങ്ങിക്കോ. വല്ല പ്രതിഫലവും ഇന്ന് നിങ്ങൾക്ക് തരാൻ മനുഷ്യന് സാധ്യമാണോ എന്ന് പരിശോധിക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധ്യമല്ല. നമുക്ക് പ്രതിഫലം തരാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല, റബ്ബിന് മാത്രമേ കഴിയൂ. എന്നിരിക്കെ മനുഷ്യരെ കാണിക്കാൻ എന്തിനു ജീവിക്കണം? നമ്മുടെ റബ്ബിനെ കാണിക്കൂ. നമ്മുടെ ഹൃദയവും നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ സ്വഭാവങ്ങളുമെല്ലാം നമ്മുടെ റബ്ബിനെ കാണിക്കാൻ വേണ്ടിയായിരിക്കണം, മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയായിരിക്കരുത്. ആ നിലയ്ക്ക് ഇഖ്ലാസുള്ള ഒരു അടിമയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതം നമുക്ക് നൽകിയത്.